എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നിപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാം ഹോട്ടലിൽ തന്നെയാണ്. ഇപ്പോൾ ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ ബാക്കിലുള്ള വ്യൂ ഒക്കെ നിങ്ങൾ കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. ആദ്യത്തെ വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ എപ്പിസോഡ് പോലെ കറക്റ്റായിട്ട് വീഡിയോസുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതാട്ടോ, ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച റൂം. ഇന്നലെ എന്ന് വെച്ചാൽ ഞങ്ങൾ 4 ദിവസം ഇവിടെ തന്നെയാണ് കേട്ടോ. 4 നൈറ്റ് ഇവിടെ തന്നെയാണ്. ഇതൊരു എന്താ പറയുക, ഒരു സ്യൂട്ട് റൂമാണ്. സ്യൂട്ട് റൂം ഇവിടെ ഒരു ബെഡ്റൂം പോലെയുണ്ട്. അതേപോലെ തന്നെ നേരെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. അങ്ങനെ മൊത്തം 2 റൂമായിട്ടുള്ള ഒരു സ്യൂട്ട് റൂമാണ് നമുക്കവർ തന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്, കാർ വന്നിട്ടുണ്ട്. കാർ രാവിലെ എത്തിയ ഡ്രൈവറോട് പോകണ്ട്. നൂർ എവിടെ? സോനം എവിടെ? നമ്മുടെ കാർ എവിടെ? കാറോട് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. നോക്കാം, നമ്മുടെ കാറ് നമ്മളെന്തായാലും അവിടെയാണ് കാറ് കിടക്കണമെന്നാ പറഞ്ഞു. എന്തായാലും നമുക്കൊന്ന് കാറ് നോക്കാം. എന്തായാലും അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. സോന എവിടെയാ? വിളിച്ചു നോക്കിയാൽ എവിടെയാണ്? എവിടെയാ? വണ്ടി തന്നെയാണോ? അവിടെ നോക്കാം. ഇവിടെ ഉണ്ട് സോനം. ഇല്ല, ഇതല്ലല്ലോ. ഇതല്ല പുറത്തെവിടെയില്ലായിരിക്കുമോ? നമുക്ക് അങ്ങനെ നടന്നു നോക്കാം സോനം. ഫൈവ് മിനിറ്റ്സ് നമ്മളോട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. 10 മണിക്കല്ലേ പറഞ്ഞ നമ്മള്? ഏതായിരുന്നു സോനം? ഓ, പെട്ടെന്ന് മനസ്സിലല്ലേ. അത് നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ ഫ്രണ്ട് ആട്ടോ. നമ്മൾ നേരെ ഇറങ്ങുമ്പോൾ ഉള്ള സംഭവമാണ്. കുറേ ടാക്സി വണ്ടികളൊക്കെ നിൽക്കുന്നത്. ടാക്സി വണ്ടികളൊക്കെ ഓടിക്കുന്നതൊക്കെ നല്ല അത്യാവശ്യം പ്രായമുള്ളവരാട്ടോ. ടാക്സി വാഹനങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത് കൂടുതലും. ഇതുകൊണ്ട് എത്രയോ നല്ല നല്ല വണ്ടികളാണെന്നറിയാമോ. അതേപോലെ ഇതൊരു ചെറിയൊരു ജംഗ്ഷൻ പോലെയാണ്. പക്ഷേ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, ആ ബ്ലോക്കൊന്നും ഒരിക്കലും അറിയില്ല. ഇങ്ങനെ മെല്ലെ ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ക്യാബ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടോ. ഇന്നലെ വന്ന ക്യാബല്ല കേട്ടോ നമുക്ക്. ഇന്നലെ വന്ന തന്നെ ആയിരിക്കുള്ളൂ. പക്ഷെ പുള്ളി ബ്രദറാ പറഞ്ഞത്. വേറെ വണ്ടി പറഞ്ഞേ. അപ്പോൾ നമ്മൾ പണ്ട് ട്രാവൽസ് ഉണ്ടായിരുന്നു കുറേ പരിപാടിയാണല്ലോ. ഇന്ന് നമ്മുടെ വണ്ടി ബ്രേക്ക് ആ വണ്ടിക്ക് വേറെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ടാവേ. ഇതൊക്കെ നമ്മൾ എത്രയാണ് ഉണ്ടാക്കണല്ലേ. എന്തായാലും കുഴപ്പമില്ല, വരട്ടെ. അതിന് വണ്ടി വരട്ടെ അല്ലേ സോനം? ഏത് വണ്ടിയാലും കുഴപ്പമില്ല, നമുക്ക് യാത്ര ചെയ്യണം, അത്രേ ഉള്ളൂ. ഇവിടെ ഹോട്ടലിലെ റിസപ്ഷനിലൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. ഹീറ്റർ വെച്ചാണോ? 2 സൈഡിലുണ്ട് ഹീറ്റർ വെച്ചിരിക്കുന്നുണ്ടോ. നമ്മുടെ ഹോട്ടലിൻ്റെ റിസപ്ഷനാണ്. പക്ഷേ റിസപ്ഷൻ്റെ സൈഡിൽ സ്റ്റൈലായിട്ടൊരു കോഫി ഷോപ്പ് എന്ന സംഭവം കേട്ടോ. ഓക്കെ, ചെറിയൊരു കോഫി ഷോപ്പ് പോലെ സംഭവം. നമ്മുടെ കാർ വന്നിട്ടുണ്ട്. നോക്കട്ടാ, ക്യാബ് എത്തി. സെയിം ക്യാബ് തന്നെ കേട്ടോ. അത് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് സിൽവർ കളറാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയത് ഒരു ബ്ലാക്ക് കാറാണ് കേട്ടോ. എന്തായാലും ഇതാണ് നമ്മുടെ കാർ കേട്ടോ. ഇതുണ്ടോ, ഇന്ന് ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക്കാണ്. ഇന്നൊന്നല്ല, മിക്ക ദിവസങ്ങളും ഈ ടൈമിലൊക്കെ ഭയങ്കര ട്രാഫിക്കാണ്. കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഡ്രൈവർ. ഇന്നിപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക്. കാരണം നൂറിൻ്റെ ബ്രദറാ നമ്മൾ ഇന്നലെ വന്ന ഡ്രൈവറിൻ്റെ റമീർ. ഓക്കെ പ്രോബ്ലം അല്ലേ. ഓക്കെ, ഇതുണ്ടോ നേരെ നമ്മൾ സ്ട്രെയിറ്റ് പോണ സ്ഥലം ഏതാ സോനെ? Haydar Aliyev, okay. Finish Nizam Street. Nizam Street. Yes, okay. Venezia. Also. What? That's an itinerary given. ഫസ്റ്റ് എവിടെ പോകണം സോന? I'll tell you. Highland Park, Flame Task, and Baku Boulevard. But Baku Boulevard we already went yesterday. Okay. Baku Boulevard, We Flame went Tower. yesterday. So we can cancel that. Flame Tower, Venezia, Davustu Park, Old City, Nizami Street, Venezia, Khalsa Museum, only Sam. സംഭവം വെച്ചാലേ ഇവിടെ ഉള്ളവർക്കും ഇംഗ്ലീഷൊന്നും അവർക്കും ഇല്ല കറക്റ്റായിട്ടുള്ള ഒരു ഇതല്ല. ഇപ്പം വെച്ചാൽ നമ്മളൊരു ടൂർ പാക്കേജായിട്ട് നമ്മൾ ഫുള്ള് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ അറേഞ്ച് ചെയ്യുമായിരിക്കും പാക്കേജസ് അങ്ങനെയുള്ളത്. അതല്ലല്ലോ, നമ്മുടെ ഇപ്പോൾ സോനത്തിൻ്റെ മാമാനെ കൊണ്ടാണ് നമ്മളതെല്ലാം ചെയ്യിപ്പിച്ചപ്പോൾ പുള്ളിക്കാരനെ ബന്ധപ്പെട്ട ആളുകളൊക്കെ എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു. ടിക്കറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ബുക്ക് ചെയ്ത് തന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു. എല്ലാം
പക്ക പെർഫെക്റ്റ് ആണ്. റോഡൊക്കെ നോക്കി ചേട്ടാ, നമ്മുടെ റോഡെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, നല്ല സെറ്റപ്പ് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി റോഡാട്ടോ. ചെറിയൊരു ബ്ലോക്ക് കിട്ടിയെങ്കിലും പിന്നെ വേറെ ബ്ലോക്കോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സ്ഥലങ്ങളൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതുണ്ട്, വെറുതെ റോഡ് സൈഡിലൊക്കെ ഇതേപോലെയുള്ള ചെറിയ ചെറിയ പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ സ്ഥലം ഉണ്ടാവുള്ളൂ, പക്ഷെ അവിടെ നന്നായിട്ട് നല്ല പുല്ലൊക്കെ വെച്ച് നല്ല സെറ്റാക്കി റെഡിയാക്കി ഇട്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഹൈദരലി മ്യൂസിയം. ഹൈദരലി മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർക്കിടെക്ചറൽ ഒരു ഇതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വന്ന വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ മെഴ്സറസ് ബെൻസിൻ്റെ ഈ എന്താ പറയണേ, അത് ശരിക്കും പറഞ്ഞാൽ വീറ്റോ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. വീറ്റോ എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്നുണ്ട് വണ്ടി. അപ്പോൾ വന്ന വണ്ടി ഇതാ വീറ്റോ എന്ന് പറഞ്ഞ വണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ നടക്കാനുള്ള പരിപാടി നേരെ ഒന്ന് പോയി നോക്കട്ടെ എന്തൊക്കെയാണെന്നുള്ളത്. ഇതുണ്ടേ അവർ നേരെ അവർ ഫ്രണ്ടിലേക്ക് പോയിട്ടോ. അവർ ഫ്രണ്ടിലേക്ക് പോകുന്ന പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതിൻ്റെ അകത്ത് കയറാനുള്ള പരിപാടിയാണ്. ഇത് നോക്കി ഭയങ്കര വലിയൊരു സെറ്റപ്പാട്ടോ. അത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും കേട്ടോ, ഭയങ്കര വലിയ സെറ്റപ്പാണ്. പിന്നെ അത് മാത്രം ഇതുണ്ടോ, ഇവിടുത്തെ ഫ്രണ്ട് വശോടെ കാണുന്നതിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു വൈഡ് ഒരു വീഡിയോസാണ്. അതെന്താണെന്ന് എനിക്ക് അറിയില്ല, എന്നാലും അവരോട് ചോദിക്കണം. അത് ഇതേപോലെ തന്നെ എന്തൊരു മ്യൂസിയം സംഭവം എന്തോ ആണ്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഭയങ്കര ഇഷ്ടമായി എന്തായാലും സ്ഥലത്തെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല സൂപ്പർ സ്ഥലമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഹൈദരലി മ്യൂസിയം എന്നാണ് ശരിക്കും ഇതിനെ നമ്മൾ പറയുന്നത് കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റ്. എന്തായാലും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ വരാൻ നോക്കണം കേട്ടോ. ഇവിടെ സംഭവം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണണം. ഒരു സ്റ്റാച്ചു പോലത്തെ ഒരു സെറ്റപ്പ് ചെയ്തേക്കണുണ്ടോ, അതിൻ്റെ ഫ്രണ്ടിൽ ചെയ്തേക്കണ കേട്ടോ. അതേപോലെ തന്നെ അവിടെ വേറെ ഇതുണ്ട് കേട്ടോ, വേറെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടോ. നോക്കി ഇത് രസം നോക്കി. നോറ എന്ത് സംഭവം അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും ചെയ്തേക്കണ നോക്കിയ സാധനം ഇത് എന്തോ ചെയ്തേക്കണേ, മെറ്റല ഇരുമ്പ് ശരിയാട്ടോ. അതെ കിടന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് കണ്ടോ, സ്ക്രാപ്പ് ഉള്ള മറ്റേ മെറ്റലില്ലേ, തകിടിന്റെ പീസുകൾ, അതൊക്കെ വെച്ചിട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കണോ, ടിക്കറ്റിൻ്റെ റേറ്റ് ഒന്നും നമുക്ക് അറിയില്ല. ടിക്കറ്റിൻ്റെ റേറ്റ് സോന താഴെ പോകണ്ടേ, അവിടെയാണ്. ഇതിലെ വാ, കുഴപ്പമില്ല, അതിൽ നടന്നു. നേരെ ടിക്കറ്റ് എടുക്കാൻ പോകട്ടോ. ടിക്കറ്റിൻ്റെ അവിടെ ഒരു ആരോ മാർക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നേരെ ടിക്കറ്റ് എടുക്കണം. അതിൽ ഇവിടെ നല്ല ഭംഗിയായിട്ട് ഓരോരോ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമൊക്കെ കാണാൻ കേട്ടാ. ഓക്കെ, ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടിയാണ്. ടിക്കറ്റ് ഇപ്പോൾ എത്ര മന്നത്താവും നമുക്കറിയില്ല. ഏതാ എന്താ അത്, ഫൈബറാണോ? ഇത് കോൺക്രീറ്റ് ആണെന്നുണ്ട്. ഉള്ളിൽ എനിക്ക് വേണ്ട സോനം ഇല്ല, ഉള്ളിൽ മെറ്റലാണ് സോനം. കാരണം അതിന് അതിന് മേളിലെന്തോ എന്നിട്ട് എന്തോ കവറിങ് കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കിയേ, ഭയങ്കര ഹൈറ്റ് ആട്ടത്. എൻ്റെ അമ്മോ, ഭയങ്കര ഹൈറ്റ്. വാ, ഏതായിരുന്നു പേരെന്താ? സഹ ഹദീദ്. ഓ ശരി. ആർക്കിടെക്ചറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ആർക്കിടെക്ചറൽ സംഭവം. എന്റെ അമ്മോ, ആർക്കിടെക്ചറൽ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ സോനത്തിന് ചാടം ഫുള്ള് പോയി. എന്തായാലും കൊള്ളാല്ലേ സോനം. നോർക്ക് ഇഷ്ടപ്പെട്ടോ? ഉഷാറാണോ? കണ്ടോ, അയക്ക് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, അയക്ക് ഇഷ്ടപ്പെട്ട. ഇതാട്ടോ ടിക്കറ്റ് ഓഫീസ്. ഇതാണ് സോന, ഇതിലെ പോവാം. ഇവിടെ നിൽക്കാം, ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ തുറന്ന് നോക്കാം. കണ്ടോ തുറന്ന്. ഇതാട്ടോ ടിക്കറ്റ് ഓഫീസ്. ഇതാണ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ മതിയാ. ഓക്കെ, ഇവിടെ സോനം ഇവിടെയാണ് ടിക്കറ്റ്. ഓക്കെ, ഇല്ല പൈസ കൊടുക്കാമല്ലോ, കാർഡ് കൊടുത്തോ. ഇതാട്ടോ ടിക്കറ്റ്. ടിക്കറ്റിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. 60 റുപ്പീസ്. 60 മന്നാത്ത്. 60 മന്നാത്ത് എന്ന് പറയുമ്പോൾ എത്രയായി? 300 രൂപ അല്ലേ? 60 ആണോ? 3000. നമ്മുടെ അവിടുത്തെ 3000 രൂപയായി 4 ടിക്കറ്റ്. ഹായക്ക് വേണമായിരുന്നോ സോനം? ഹായക്ക് ടിക്കറ്റ് വേണമായിരുന്നോ? ആണോ? പക്ഷെ ഇവിടെ വേറെ കാര്യമുണ്ട്. ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര റേറ്റല്ലേ. നമ്മുടെ അവിടുത്തെ ക്യാഷ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ അവിടുത്തെ ക്യാഷൊക്കെ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല പൈസ. നിങ്ങളുടെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. കാരണം
ഇപ്പോൾ 4 പേർക്ക് 3000 എന്ന് പറയുമ്പോൾ എത്രയായി? 750 വെച്ച് ഒരാൾക്ക്. ഓക്കെ, കുഴപ്പമില്ല. നമുക്കെന്തായാലും അതിനുള്ളൊരു നമുക്ക് അകത്ത് കിട്ടും അല്ലേ സോന? 750 രൂപ ഉള്ള. ഇവിടെ എന്താ സംഭവം അറിയോ? ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഭയങ്കരമായ ഒരു കാറ്റ് വരും. എൻ്റെ അമ്മോ, കാറ്റ് വരുമ്പോഴുള്ള തണുപ്പുണ്ടല്ല, സഹിക്കാൻ പറ്റില്ല. സോനം, കാറ്റ് വരുമ്പോഴുള്ള തണുപ്പ് എങ്ങനെയുണ്ട്? സോനം, ഇതെവിടെ എൻട്രൻസ്? ഇത് തന്നെ ബി. ഓക്കെ, ഇതിലേറോ? അതെ, ബാഗൊക്കെ സ്കാൻ ചെയ്യണം കേട്ടോ. ചോദിച്ചു നോക്കാം. ഇതുണ്ടോ, ഒരു സ്കാനറാണ് കേട്ടോ, സ്കാൻ ചെയ്യണം. ബാഗെല്ലാം സ്കാൻ ചെയ്യണ്ടോ. അതേപോലെ നമ്മൾ നേരെ ഇതിൻ്റെ അകത്ത് കയറി കേട്ടോ. ഇതിൻ്റെ അകത്ത് നേരെ നമ്മുടെ ബാഗും അതിൻ്റെ മൊബൈലും ഫുൾ സ്കാനിങ് കാര്യങ്ങളല്ലേ. ഏതാ സോനം? ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ല കേട്ടോ അവര്, നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ അവർ പറഞ്ഞു. മൊബൈലൊക്കെ അവരെല്ലാം വാങ്ങിച്ച് നോക്കിയായിരുന്നു. ഇതുണ്ടതേ ബെൻസിൻ്റെ പഴയ മോഡൽ കാറുകൾ കാര്യങ്ങളെല്ലാം. ബെൻസിൻ്റെ പഴയ മോഡൽ കാറെന്ന് പറഞ്ഞല്ലേ, ഇതെനിക്ക് തോന്നുന്നു ഹൈദർ അലി എന്ന് പറയുന്ന ആൾ ഉപയോഗിച്ചിരുന്ന വണ്ടിയായിരിക്കും. പൊളിറ്റീഷ്യൻ ആയിരുന്നല്ലേ? അല്ല, പുള്ളി ഉപയോഗിച്ചിരുന്ന കാറാണെന്നുള്ളത് ആയിരിക്കും. ഇതുണ്ടതേ സൈഡിൽ അവരുടെ അസർബൈജാൻ്റെ നോക്കിയ സോനം. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇതാണ് പ്രസിഡന്റ് യൂസ് ചെയ്താണ്. അതാണ് ഞാൻ പറഞ്ഞ. ഇതാട്ടോ ആള്, ഇതാണ് ഹൈദർ അലി. ഉണ്ടോ, ആള് മരിച്ചുപോയി അല്ലേ സോനം? പക്ഷെ എല്ലാ സാധനവും ഇയാളുടെ പേരിലാണ് മൊത്തം. എയർപോർട്ട് അല്ല അല്ലേ, പുള്ളിയുടെ പേരിട്ടേക്കണം. ഓക്കെ, ഇതുണ്ടോ. അപ്പോൾ അതേപോലെ സൈഡിലൊക്കെ ഇതുണ്ട് അവരുടെ ഇതുണ്ട് അവരുടെ ഫ്ലാഗും കാര്യങ്ങളെല്ലാം കണ്ടോ. വണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, ഭയങ്കര നീളമുള്ള ബെൻസ് കേട്ടോ. ഫ്രീ സ്ട്രക്ചർ എന്ന് പറഞ്ഞില്ല. എല്ലാം സൈഡിലാ കോളംസ്. ഓ, ഇതിൻ്റെ അകത്തുള്ള സംഭവം കേട്ടോ. ഇതൊക്കെ ഇതും പുള്ളി യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ബെൻസിൻ്റെ കാറാണ്. ഇതുണ്ടോ, പുള്ളി യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ബെൻസിൻ്റെ കാറാണ്. അതേപോലെ തന്നെ ഇതൊക്കെ ഇതും പുള്ളി യൂസ് ചെയ്തതെന്ന് വെച്ചാൽ കാറാണ്, പഴയ കാറ്. എന്തെങ്കിലും ഒരു ജെന്നെ സംഭവം ഒന്നും എനിക്കറിയില്ല. പേരൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടെ. നമുക്കിതെല്ലാം കൂടെ കാണിക്കാനൊന്നും പറ്റില്ല. എന്നാലും നമ്മളെ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. JML സോന, JML എന്നാണ് എഴുതിയേക്കണത് ഈ കാറിൻ്റേത്. ഒരു കാറ്, ഇതൊരു അടിപൊളി വേറൊരു സെറ്റപ്പ് കാറ്. പോയി രസമുള്ള കാറാട്ടാ. ഇത് പുള്ളിയുടെ ഫോട്ടോ ആണെന്നുണ്ടോ. പുള്ളി ആ കാറിൽ പോയിട്ട് അവിടെ നിൽക്കുന്ന ആ ഒരു ഫോട്ടോസാണ് പുള്ളി യൂസ് ചെയ്യുന്ന കാറല്ലേ. ഇതൊക്കെ കാർപ്പറ്റ് ഉണ്ടാക്കണ്ട സോനം? ദേ അവിടെ ഉണ്ടാക്കുന്ന പോലുള്ള ഇതിലുള്ള സംഭവം അല്ലേ? ഓ ശരി. അതെ അതെ അതെ. ആ ശരിയല്ലേ. ഇത് നോക്കി ഭംഗിയായിട്ട് ഉണ്ടാക്കിയാണ് അവർ നെയ്തെടുക്കണമെന്നുണ്ട്. അവിടെ നെയ്യണതിൻ്റെ ആ ഒരു ഇതൊക്കെ കൊടുത്തിട്ട് നമുക്ക് നടക്കും. ക്ലീൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒന്നും പറയാനില്ല കേട്ടോ. ഇതുണ്ടോ ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ ഈ ഇതിങ്ങനെ വെച്ചാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രൂട്ട്സൊക്കെ ഒരുപാട് ഇത് ചെയ്യുന്ന സ്ഥലമാണ്. കാരണം ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഇവിടെയുള്ള വെജിറ്റബിൾസും. അതേപോലെ തന്നെ ഇതാണ് മുളകെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര, കാരണം എല്ലായിടത്തും മുളകിൻ്റെ ഇങ്ങനെ കാണുന്നുണ്ട്. സംഭവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നാൽ തന്നെ, റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ അവിടെ എപ്പോഴും മുളക് ഇങ്ങനെ ഉപ്പിലും അതേപോലെ തന്നെ വിനാഗിരിയൊക്കെ ഇട്ടിട്ടിങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഭയങ്കര ടേസ്റ്റായിട്ട് അത് കഴിക്കാനായിട്ട്. ഭയങ്കര എരിവോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളങ്ങനെ 2 സ്ഥലങ്ങളൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഫ്ലൈം ടവേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കണം. ഫ്ലൈം ടവേഴ്സ് പറയണേ ടോപ്പ് അല്ലേ? അതെ, ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരിക്കും വലിയൊരു ബിൽഡിംഗ്. അപ്പോൾ അതിന് മേളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ചെയിൻ കാർ അല്ലേ, ചെയിൻ കാർ സംഭവമാണ്. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ കുറെ ഓപ്പൺ സ്പേസസ് ഉണ്ട്. ആൾക്കാർക്ക് വെറുതെ വന്നിരിക്കാൻ പറ്റിയ ആൾക്കാർക്ക് വെറുതെ ഇരിക്കാം അല്ലേ? ശാന്തമായിട്ടിരിക്കാം. ഭയങ്കര ഇതായിട്ടോ, ഭയങ്കര തിരക്കായി.
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെനസ് ഉണ്ടല്ലോ, വെനസിലൊക്കെ മൊത്തം വെള്ളമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലമുള്ളൂ. അപ്പോൾ അവിടെ ഇവിടെ ഒരു ലിറ്റിൽ വെനസ് പോലെ റെഡിയാക്കിയിരിക്കുന്നതാണ്. അതുണ്ടോ ലൈറ്റ്, ബോട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ നമ്മളെടുത്തു. ഞങ്ങളോട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ബോട്ടിൽ കയറാനുള്ള പരിപാടിയാണ്. കണ്ടോ നിങ്ങളെ ബോട്ടിൽ ഇങ്ങനെ പോകും, കുറേ അങ്ങോട്ട് പോകും, കുറേ ഇങ്ങനെ ബോട്ടിൽ കറങ്ങി ഫ്ലവറൊക്കെ വെച്ച് കുറേ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ അപ്പോൾ അതിൽ കയറാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ബോട്ടിംഗ് പരിപാടിയെല്ലാം ചെയ്തിട്ടുണ്ട്. ബോട്ടിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടി ഉണ്ടോ. ഞാൻ നിസാമി സ്ട്രീറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് വീഡിയോ അടുത്ത ദിവസം വരുന്നതാണ്. സംഭവം വെച്ചാൽ ഇന്നിപ്പോൾ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.